ലോകത്തിൽ തന്നെ ഏറ്റവുമധികം ഫാൻ സപ്പോർട്ടുള്ള 100 ടീമുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ആരാധക സപ്പോർട്ടിന്റെ തിണ്ണമെടുക്കൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ കളിക്കളത്തിൽ കാണിക്കാറില്ല. മഞ്ഞപ്പട എന്ന് വിളിക്കപ്പെടുന്ന വൻ ആരാധക സമൂഹത്തിന്റെ ഉത്തേജനമാകേണ്ട സപ്പോർട്ട് ഈ കളിക്കാർ വളരെ ലാഘവ ബുദ്ധിയോടെയാണ് കാണുന്നത് എന്നാണ് അവരുടെ സമീപകാല പ്രകടനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വദേശികളും വിദേശികളുമായ നിരവധി നല്ല കളിക്കാരുണ്ട്. എന്നാൽ KBFC കളിക്കാരുടെ സമീപനം മാറാതെ ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡോമിനേറ്റിംഗ് ടീമായി ഉയരുകയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് നോഹ സദോയെ, ജീസസ് ജൂമിനസ്, എഡ്രിയാൻ ലൂണ, പെപ്ര തുടങ്ങിയ സമർത്ഥരായ വിദേശ താരങ്ങളുണ്ട്. കേരളത്തിന്റെ സ്വന്തം താരമായിരുന്ന KP രാഹുലിനെ എന്തിന് KBFC ഡ്രോപ്പ് ചെയ്തു എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3 സീസണുകളിലായി ആരാധകർ നെഞ്ചേറ്റിലാളിച്ചുകൊണ്ടിരുന്ന ഒരു താരമായിരുന്നു എഡ്രിയാൻ ലൂണ. എന്നാൽ ഈ സീസണിൽ ലൂണയ്ക്ക് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നും എപ്പോഴും ലൂണയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളായിരുന്നു ആരാധകരിൽ. ഈ സീസണിൽ KBFCക്കൊപ്പം ചേർന്ന ഉജ്ജ്വലനായ വളരെ സ്കിൽഫുള്ളായ ഒരു താരമാണ്, സൂപ്പർ താരമാണ് നോഹ സദോയി. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ലൂണയും നോഹയും തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുകയും ഒരു ചെറിയ രീതിയിലുള്ള കൊമ്പുകോർക്കൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ടീമിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നോഹ ആദ്യം ടീമിലെത്തിയ അവസരത്തിൽ ഫ്രീ കിക്ക് എടുക്കുന്നതിനായി ലൂണയും നോഹയും തമ്മിൽ ഒരു മത്സരമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഫ്രീ കിക്ക് എടുക്കുക തൻ്റെ ഒരു അവകാശമായി ലൂണ കൊണ്ടാടിയപ്പോൾ നോഹ അതിൽ നിന്ന് പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ആദ്യ 11-ൽ ഇല്ലാതിരുന്ന നോഹയുടെ അസാന്നിധ്യത്തിൽ ലൂണ വളരെ കൃത്യമായി ചടുലതയോടെ ഒട്ടും ഡിലേ വരുത്താതെ പാസുകൾ ഫൈനൽ തേർഡിലും പെനാൽറ്റി ബോക്സിലും എത്തിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ സീസണിൽ മറ്റ് കളികളുമായി കമ്പയർ ചെയ്യുമ്പോൾ പതിവിന് വിപരീതമായിരുന്നു. ഈ സീസണിൽ ടീമിലെത്തിയ നോഹ സദോയ്ക്ക് വലിയൊരു ആരാധക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളി മെനയുന്ന ആള് ക്യാപ്റ്റൻ ലൂണയാണ് ഫൈനൽ തേർഡിലോട്ടും പെനാൽറ്റി ബോക്സിലോട്ടും പന്തുകൾ എത്തിക്കുന്ന ആളും ലൂണയാണ്. എന്നാൽ ഫൈനൽ തേർഡിൽ വെച്ച് നോഹയ്ക്ക് ലൂണ നൽകുന്ന പാസുകൾ 2-3 മിനിറ്റ് വൈകിപ്പിച്ച് എക്സ്ട്രീം കോർണർ ഫ്ലാഗിനടുത്തേക്കുമാണ് മിക്കവാറും കൊടുക്കാറുള്ളത്. ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകുന്നതേ ഉള്ളൂ. എന്നാൽ അപാരമായ ഡ്രിബിളിംഗ് മികവുള്ള നോഹ ഈ എക്സ്ട്രീം കോർണറിൽ കിട്ടുന്ന ബോളുകൾ പോലും തന്റെ മികവ് കൊണ്ട് പെനാൽറ്റി ബോക്സിൽ എത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട്. ഫൈനൽ തേർഡിൽ ഉണ്ടാകുന്ന 2-3 സെക്കൻഡിന്റെ ഡിലേ ഫുട്ബോളിൽ ഭയങ്കരമായ ഒരു റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു ഡിലേ തന്നെയാണ്. ഫൈനൽ തേർഡിൽ മനഃപൂർവമോ അല്ലാതെയോ വരുത്തുന്ന 2-3 സെക്കൻഡിന്റെ ഡിലേകൾ ഫുട്ബോളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയം കൊണ്ട് എതിർ ടീം അംഗങ്ങൾ ഗാദർ ചെയ്യുകയും പന്തുമായി കുതിച്ചെത്തുന്ന ഫോർവേഡിനെ ഷീൽഡ് ചെയ്യുവാനും പ്രതിരോധിക്കുവാനും കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. ലൂണയ്ക്ക് നോഹയോടുള്ള ഈഗോ മാറ്റാതെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത്. എല്ലാവർക്കും ഈ അഭിപ്രായം ഉണ്ടാകണമെന്നുമില്ല, ഈ അഭിപ്രായം അംഗീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുമില്ല. ഒപ്പീനിയൻ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 1-2 പോരായ്മകൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും രാഹുൽ KP ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യരുതായിരുന്നു. കഴിഞ്ഞ 2-3 സീസണുകളിലായി
രാഹുലിൻ്റെ ടാലന്റ് മനസ്സിലാക്കാതെയുള്ള പാസുകളാണ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള സഹകളിക്കാർ രാഹുലിന് നൽകിയിരുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം. ചൈനയ്ക്കെതിരെ രാഹുൽ നേടിയ ഗോൾ പരിശോധിക്കുമ്പോൾ രാഹുലിൻ്റെ ടാലന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ലോങ് പാസുകൾ റിസീവ് ചെയ്തും ത്രൂ പാസുകൾ റിസീവ് ചെയ്തും എതിർ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു രീതിയാണ് രാഹുലിന്. അത്തരത്തിലുള്ള പാസുകൾ ലൂണ കളിമെനഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് രാഹുലിന് ലഭിച്ചിട്ടില്ല. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള സഹകളിക്കാരും രാഹുലിൻ്റെ ടാലന്റ് മനസ്സിലാക്കിയുള്ള പാസുകൾ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒഡീഷ ടീമിലെത്തിയ രാഹുൽ വിദേശ താരങ്ങളുടെ നിഴലാകാതെ കളിച്ച 2 മത്സരങ്ങളിലും ഉജ്ജ്വലമായി കളിക്കുകയും ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. വളരെ നല്ല കളിക്കാരനാണെങ്കിലും കോമി പെപ്രയുടെ വൈകാരികമായ സമീപനവും ഫൗൾ ചെയ്യാനുള്ള ടെൻഡൻസിയും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ടീമിലെ ഏറ്റവും നിശബ്ദനും ബുദ്ധിമാനുമായ താരം മുൻ ടൊറോണ്ടോ FC താരമായ ജീസസ് ജൂമിനസ് ആണ്. ടീമിന്റെ ടോപ്പ് സ്കോററും ജീസസ് ജൂമിനസ്. ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ജീസസ് ജൂമിനസ്. മറ്റൊരു വിദേശ താരമായ പെപ്രയും നന്നായി കളിക്കുന്നുണ്ട്. ടീമിലെ മുതിർന്ന താരങ്ങളുടെ കളിയോടുള്ള സമീപനം മാറ്റിയാൽ ISL ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഭാവിയുണ്ട്. അടുത്ത സീസണിലാണെങ്കിലും ഡോമിനേറ്റ് ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കളിക്കാർ ഈഗോയും കോംപ്ലക്സും മാറ്റിവെച്ച് ടീമിനായി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ISL നമ്പർ 1 ടീമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരും.